ഞാൻ ഈ കപ്പലണ്ടി മുട്ടായി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഈസി ആയിട്ട് നമുക്കിതുപോലെ ഒടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ കപ്പലണ്ടി മുട്ടായിയുടെ അതേ ടെക്സ്ചർ തന്നെയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല പാകത്തിനുള്ള കട്ടിയുള്ളൂ, ഒരുപാട് കട്ടിയൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പലണ്ടി മുട്ടായിയാണ്. ഇത് ഞാൻ ഒരുപാട് ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കപ്പലണ്ടി മിഠായി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വെറുതെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ടത്തെ കപ്പലണ്ടി മുട്ടായിലൊക്കെ കണ്ടിട്ടില്ലേ, പല കളറിൽ കിടക്കുന്നത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഗ്രീൻ കളറും ഒന്നിൽ ഓറഞ്ച് കളറുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെർമിറ്റഡ് ഫുഡ് കളറാണേ. ഇത് ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധവും ഇല്ല. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ മറ്റൊരു ബൗളിലേക്ക് കുറച്ച് ഓറഞ്ച് കളർ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇതുപോലെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി മുട്ടായി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടി ഈ പാനിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കൊടുക്കും. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോല് കളഞ്ഞ കപ്പലണ്ടിയാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇപ്പോൾ തോല് കളയാത്ത കപ്പലണ്ടി ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത ശേഷം അതിൻ്റെ തോല് കംപ്ലീറ്റ് കളയണം. അതുപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി സ്പ്ലിറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പം ചിലത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, ചിലത് ഇതുപോലെ കണ്ടോ മുഴുവനെ കിടക്കുന്ന കപ്പലണ്ടിയാണ്. അപ്പം ഞാനിനി ഇത് ചൂടാക്കിയിട്ട് ഇത് ചൂടോടുകൂടി തന്നെ ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്പ്ലിറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ആക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഇടിക്കുന്ന കല്ലെടുത്തിട്ട് ഞാനിത് ചെറു ചൂടോടുകൂടി തന്നെ ഈ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് ഇടിച്ചു കൊടുക്കും. അപ്പോൾ ചൂടോടുകൂടി ആകുമ്പോൾ പെട്ടെന്ന് ഇത് സ്പ്ലിറ്റായി കിട്ടും. ഒരുപാട് പൊടിഞ്ഞു പോരുത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1-2 എണ്ണമൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടന്നാൽ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ എടുക്കണം കണ്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര, അതായത് 250 ml കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനുള്ളത്. പഞ്ചസാര ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്യിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോകുമ്പം ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് ചെയ്യാൻ പറയുന്നത്. ഈ സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരു ഗോൾഡൻ കളറ് വരണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ പഞ്ചസാര ഇതുപോലെ കരിച്ചെടുക്കുന്നത്. ഇതുപോലെ മെൽറ്റായി വരുന്ന സമയം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സാധാരണ കപ്പലണ്ടി മുട്ടായിൽ നമ്മൾ ബട്ടറൊന്നും ചേർക്കത്തില്ല. ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ബട്ടറും കൂടി ഇട്ടത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ബട്ടറും കൂടി ചേർത്ത് ഇത് ഇളക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. ഈ സമയം നമ്മൾ ചൂടായ പഞ്ചസാര പാനിയിലേക്ക് ഇട്ടപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ
ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ യോജിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ ഞാനൊരു ബട്ടർ പേപ്പറിലേക്ക് നിരത്താൻ പോവുകയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടോടുകൂടി തന്നെ ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടൻ തന്നെ നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ തേങ്ങ കളർ ചെയ്തത് അവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പണ്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇതാണോ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പ്ലെയിനായിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു കളറൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ റബ്ബർ ബാൻഡ് മാതിരി ഇരിക്കുന്നത് കാണാം. എന്താണ് സംഭവം എന്ന് എനിക്കും അറിയില്ല. ഞാൻ മുമ്പ് 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേക്കും എനിക്ക് അങ്ങനെ കളർ തോന്നിയില്ല. അപ്പം ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ല തണുക്കുമ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും. സെറ്റായ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു അടപ്പിൻ്റെ ഇതുപോലെ മൂടി കൊണ്ട് ഞാൻ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ചൂടോടെ തന്നെ ചെയ്യണം. തണുത്ത ശേഷം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇത് കണ്ടോ, ഇപ്പം ലെവലായിട്ടുണ്ട്, കാണാമല്ലോ. ഇനി ഇത് ഞാൻ അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കും. പിന്നെ നല്ല സെറ്റായ ശേഷമേ നമ്മളിത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഈസി ആയിട്ട് നമുക്ക് ഇളകി കിട്ടും. ഇങ്ങനെയാണ് ഈ കപ്പലണ്ടി മിഠായി ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ എഡ്ജ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റും. നമ്മൾ ഈ കപ്പലണ്ടി മിഠായി ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയേനെ കേട്ടോ. ഇനി ഞാനിത് സ്ക്വയറായിട്ട് മുറിക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ കപ്പലണ്ടി മിഠായി വാങ്ങുന്ന ആ ഒരു സൈസിനാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് ഈ കപ്പലണ്ടി മിഠായി ഇരിക്കുന്നത്. ഞാൻ ഈ കപ്പലണ്ടി മിഠായി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ കപ്പലണ്ടി മിഠായിയുടെ അതേ ടെക്സ്ചർ തന്നെയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല പാകത്തിനുള്ള കട്ടിയുള്ളൂ, ഒരുപാട് കട്ടിയൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം വെളിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിൽ ചിലപ്പോൾ മണ്ണൊക്കെ കടിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ കപ്പലണ്ടി മിഠായി. ഇതുണ്ടാക്കിയിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുറച്ച് ദിവസം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കപ്പലണ്ടി മിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ സാധാരണ കപ്പലണ്ടി മിഠായിൽ ബട്ടറൊന്നും ചേർക്കത്തില്ല. ഞാൻ ബട്ടറൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തതാണ്. അപ്പം ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ ഈ തേങ്ങ കളർ ചെയ്ത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഒരു പഴയ ഓർമ്മയിൽ ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് പോലെ എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. കപ്പലണ്ടി മിഠായിൽ റബ്ബർ ബാൻഡ് കിടക്കണത് പോലെ ഒരു ഇത്. ഞാൻ ഒരുപാട് കപ്പലണ്ടി മിഠായി കടകളിൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അതിനെക്കുറിച്ച് ഇപ്പോഴുള്ളവർക്കൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്ക് ഇത് ഇടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തെന്നേ ഉള്ളൂ.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരണം കേട്ടോ.